കഴിഞ്ഞ വീഡിയോയിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 9th സ്റ്റാൻഡേർഡ് മാത്സ് പ്രൊപ്പോഷൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 186 ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ആംഗിൾ ബിലോ ഫോർ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് on the slanted line as the distance from the vertex of the angle changes. The height from the horizontal line also changes. ഇപ്പം എന്താ പറയുന്നത്, നമുക്കിവിടെ ഇത് കണ്ടില്ലേ, നമുക്കിവിടെ ഹൈറ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ. ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിന് നമ്മുടെ ഇതിങ്ങനെ മൂവ് ചെയ്യുമല്ലോ. അപ്പോൾ എപ്പോഴും എന്താണ്, നമ്മളിങ്ങനെ പെർപെൻഡിക്കുലർ ലൈന് ചെയ്യുന്ന സമയത്ത് ഈ ഹൊറിസോണ്ടൽ ലൈൻ ഓൾസോ ചേഞ്ചസ്. അതാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഹൈറ്റും ഡിസ്റ്റൻസ്, ഇവിടെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രൂവ് ദാറ്റ് ഹൈറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. അതായത് ഹൈറ്റ് കൂടുമ്പോൾ എന്താവും, നമ്മുടെ ഇതും ഡിസ്റ്റൻസും കൂടും. നമുക്കറിയാം അല്ലേ, ഹൈറ്റ് ഇത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിസ്റ്റൻസ് കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് വരും. അതിൻ്റെ എന്താണിത്, പ്രൊപ്പോർഷണൽ ആണോ എന്നൊക്കെ നമുക്ക് നോക്കുകയാണ് വേണ്ടുന്നത്. അതുപോലെ തന്നെ അവിടെ വേറൊരു ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഫോർ 30 ഡിഗ്രി 45 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി ആംഗിൾസ്. ഇതാണ് നമ്മുടെ പിക്ചർ, ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ്. ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിങ്ങനെ ഹൈറ്റ് കുറേ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് ഡിസ്റ്റൻസ് കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്ര ഹൈറ്റ് വേണമെന്നില്ല, ഒരു 1 2 3 4 4 ലൈൻസിൻ്റെ ഹൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, 3 ലൈൻസിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ കാര്യം മനസ്സിലാക്കുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെയുള്ള റൈറ്റ് ട്രയാങ്കിൾ. ഇതെല്ലാം എന്താണ്, കുത്തനെയുള്ള വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തറിയാം, ഇതൊക്കെ റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. ബി ഇ ഡി ഇതൊക്കെ പറയുന്നത് എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നോക്കാം, നമുക്ക് കൺസിഡർ എ ബി സിയും എ ഡി ഇയും ഞാനിത് വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എ ബി സി എന്ന് പറയുന്നതും എ ഡി ഇ എന്ന് പറയുന്നത്, എ ഡി ഇയിൽ ഇത് വേണ്ട, ഈ ലൈനിൻ്റെ ആവശ്യമില്ല. ഈ ലൈൻ നമ്മുടെ ബി സി എന്ന് പറയുന്നതാണ്. പക്ഷെ നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ എ ഡി ഇ മാത്രമാണ്. എ എന്ന് പറയുന്നത് കോമൺ ആംഗിൾ ആണ്. ഇവിടെ ഏണ്ട് നമ്മുടെ കോമൺ ആംഗിൾ ആണ്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ആംഗിൾ ആണത്. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി. ആംഗിൾ ബിയും ആംഗിൾ ഡി എന്താണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കറിയാം 2 ആംഗിൾസ് ഈക്വൽ. അതായത് നമ്മുടെ ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ എടുത്തപ്പോൾ എ ഈക്വൽ ആണ്, അതുപോലെ തന്നെ ബിയും ഡിയും ഈക്വൽ ആണ്. പിന്നെ ഏതാ മാത്രമേ ബാക്കി ഉണ്ടാവും, തേർഡ് ആംഗിൾ ആണ് അല്ലേ. അപ്പോൾ 2 ആംഗിൾസ് ഈക്വൽ ആയാൽ തേർഡ് ആംഗിളും എന്തുതന്നെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ 1 ആംഗിൾ കോമൺ ആണ്, മറ്റേത് 90 ഡിഗ്രിയാണ്. അപ്പോൾ പിന്നെ തേർഡ് ആംഗിളും എന്തുതന്നെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. എത്രയും മെഷർമെൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്തറിയാം, ഇവിടെയുള്ള ഈ ആംഗിളും ഇവിടെയുള്ള ഈ ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇഫ് 2 ആംഗിൾസ് ആർ ഈക്വൽ, therefore third angle also equal. സിമിലർലി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ മറ്റുള്ള ട്രയാങ്കിളൊക്കെ ഇതന്നെ എ ഡി ഇ എടുത്ത പോലെ എ എഫ് ജി എടുക്കാം. അപ്പോഴും നമുക്ക് ഇതേപോലെ തന്നെയാണ്, എല്ലാ ആംഗിളും ഈക്വൽ കിട്ടും. അതുപോലെ തന്നെ എ എച്ച് ഐ എടുത്താലും നമുക്ക് ഒരേ ആംഗിൾ കിട്ടും. എ ജെ എച്ച് എടുത്താലും നമുക്ക് സെയിം ആംഗിൾസ് ആണ് കിട്ടുക. ഓരോ ട്രയാങ്കിൾ നമ്മൾ സെപ്പറേറ്റ് എടുത്താലും സെയിം ആംഗിൾസ് ആയിരിക്കും. അപ്പോൾ അതിനാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, സിമിലർലി എഫ് ജി എച്ച് ഐ എ ജെ കെ ആ സിമിലർ ട്രയാങ്കിൾസ്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇവിടെയുള്ള, അതായത് നമ്മൾ എടുക്കുമ്പം എ ബി സി എടുത്തു, എ ഡി ഇ എടുത്തു, എ എഫ് ജി എ എച്ച് ഐ എ ജെ കെ, ഇതൊക്കെ എന്താണ്, സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വി കൺസിഡർ 2 റൈറ്റ് ട്രയാങ്കിൾ, ഓൾ ആംഗിൾസ് ആർ ഈക്വൽ, ദാറ്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ആർ കോൾഡ് സിമിലർ ട്രയാങ്കിൾസ്. ഇവിടെ നമുക്ക് ഒരുപാട് പിക്ചർ ഉണ്ട്, എല്ലാ ട്രയാങ്കിളിൻ്റെയും ആംഗിൾ ഈക്വൽ ആണ്. ആംഗിൾ ഈക്വൽ ആണ്, 2 ഒന്നുമില്ല, എത്ര ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ ഈക്വൽ ആയ ട്രയാങ്കിളിനെയാണ് ഇത് പറയാം, സിമിലർ ട്രയാങ്കിൾ എന്ന് പറയാം. Therefore ratio of their sides are proportional. അതായത് നമുക്ക് 2 ആംഗിൾസ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ, സിമിലർ ട്രയാങ്കിൾസിൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്, 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇഫ് 2 ആംഗിൾസ് ആർ സിമിലർ ദെൻ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. ഇവിടെ നമുക്ക് ഒരുപാട് ട്രയാങ്കിൾ ഇത് കിട്ടിയിട്ടുണ്ട്, സിമിലർ ട്രയാങ്കിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള സൈഡ്സ് ഒക്കെ എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. ക്ലിയർലി സിമിലർ ട്രയാങ്കിൾസ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. നമുക്ക് എന്ത് എഴുതാം, അതിൻ്റെ ബി സി ബൈ എ സി, അതായത് ഹൈറ്റ് ബൈ ഡിസ്റ്റൻസ്. സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ, തേർഡ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ബൈ ഡിസ്റ്റൻസ്, ഫോർത്ത് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ബൈ ഡിസ്റ്റൻസ്, അങ്ങനെ ഫിഫ്ത്ത് ട്രയാങ്കിൾ അങ്ങനെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ജെ കെ ബൈ എ കെ അങ്ങനെയും കൂടെ വേണം. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ ഹൈറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എഴുതാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് പ്രൊപ്പോർഷണൽ ആണ്. ഇതെന്താണ്, ചേഞ്ച് ഇൻ ഹൈറ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നതിന് നമുക്ക് എന്തും കൂടെ മാറ്റം വരും എന്നാണ് പറയുന്നത്, നമ്മുടെ ഡിസ്റ്റൻസും കൂടെ മൂവ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ ഇതാണ് നമുക്കിവിടെ റേഷ്യോയിൽ കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരു പിക്ചറിൻ്റെ സൈഡ് വന്നിട്ട് നമുക്ക് സെയിം റേഷ്യോയിലുള്ള പിക്ചർ വരക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക,
നമുക്കിപ്പം 2 4 6 എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് 2ന് പകരം അവിടെ 3 ആയാൽ നമുക്ക് എന്തെടുക്കാം? 3ക്ക് പകരം എന്താ വരിക? 4.5 വരാം. അതാണ് നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞാൽ 2 3 4 എടുത്തിട്ട് പിന്നെ നമുക്ക് അതേ റേഷ്യോയിൽ നമ്മൾ പിക്ചർ വരക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? അതേ പ്രൊപ്പോർഷണൽ ആയിട്ട് വരുമ്പം 2ൻ്റെ ഹാഫായ 3 ആണ് മറ്റൊരു സൈഡ് എങ്കിൽ 3ൻ്റെ ഹാഫായ 1.5 കൂടെ ആഡ് ചെയ്താൽ 4.5 ആയിരിക്കും മറ്റേ സൈഡ്. പിന്നെ 4ൻ്റെ ഹാഫായ 2 കൂടെ ആഡ് ചെയ്ത് വരുന്നത്. ആ പിക്ചർ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ് എന്ന വീഡിയോസ് എടുത്ത് കാണാം. ഇനി ഇവിടെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 13 16 90 ആകുമ്പോൾ അതിൻ്റെ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്താണെന്ന് ചോദിക്കുന്നത്. ഫസ്റ്റ് 30 60 90 നമുക്കറിയാം 30 ഇവിടെ 90 ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇവിടെ 30 ആകുമ്പോൾ ഇവിടെ 60 ആയിരിക്കും. നമുക്കറിയുന്ന കാര്യമുണ്ട്. ഇഫ് ആംഗിൾസ് ആർ 30 60 90 ദെൻ റേഷ്യോ സൈഡ്സ് ആർ 1:3√3:2. ദ ഹൈറ്റ് ഓഫ് the distance, height to distance, ratio of height to distance എന്ന് ഇതാണ് ഹൈറ്റ്, ഇതാണ് ഡിസ്റ്റൻസ്. സോ 1:2. അപ്പോൾ റേഷ്യോ ഓഫ് ഹൈറ്റ് ടു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് 1 ആണ്, ഡിസ്റ്റൻസ് 2 ആണ്. സോ 1:2. കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻ വരുമ്പോൾ 1/, ഇട്ടിട്ടാണ് ചെയ്യുക. അതായത് ഹൈറ്റ് ബൈ ഡിസ്റ്റൻസ്. സോ 1/2. കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് 1/2. അത് നമ്മുടെ എന്താണ്? ഹൈറ്റ് ബൈ, നമ്മളിവിടെ ഇപ്പോൾ അതിന് റേഷ്യോ എഴുതി കഴിഞ്ഞാൽ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് BC/AC എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. BC/AC. അപ്പോൾ 1/2. ദിസ് ഈസ് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഇൻ സെക്കൻഡ് ഫിഗർ 60 ഡിഗ്രി ഓപ്പോസിറ്റ് √3, 90 ഡിഗ്രി ഓപ്പോസിറ്റ് 2, 30 ഡിഗ്രി ഓപ്പോസിറ്റ് 1. ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ടു ഡിസ്റ്റൻസ്, ഹൈറ്റ് ടു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് √3 ആണ്, ഡിസ്റ്റൻസ് 2 ആണ്. Constant of proportionality equal to √3/2. Constant of proportionality height by distance √3/2. ഇനി അതിൽ തന്നെയുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 45 45 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യാം? നമുക്കറിയാം 45 45 90 ദെൻ സൈഡ്സ് റേഷ്യോ 1:1:√2. If angles are 45 45 90 then ratio sides are 1:1:√2. റേഷ്യോ ഓഫ് ഹൈറ്റ് ടു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? 1/√2. 1:√2. കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി 1/√2. അപ്പോൾ എന്താണ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഈസ്റ്റുലാണ് എഴുതുന്നത് 1:2. കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി 1/√2. നെക്സ്റ്റ് ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ഫോർ ഈക്വലേറ്ററൽ ട്രയാങ്കിൾസ് ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ലെങ്ത് ഓഫ് എ സൈഡ്. വാട്ട് ഈസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി? നമുക്ക് ഈക്വൽ ട്രയാങ്കിളിൻ്റെ കാര്യത്തിൽ ഏതാണ് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി വരിക? അതിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഫോർ സ്ക്വയർ ദ ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ലെങ്ത് ഓഫ് എ സൈഡ്. സോ വാട്ട് ഈസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി? ഏരിയ പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് എ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏതിന് പ്രൊപ്പോർഷണലാണെന്ന് പറയുന്നത്? സൈഡ് ഓഫ് എ സ്ക്വയറിൻ്റെ ഏരിയ സ്ക്വയറിൻ്റെ സൈഡിന് പ്രൊപ്പോർഷൻ ആണെങ്കിൽ അതിൻ്റെ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്താണ്? Area of equilateral triangle equal to √3/4 square. Area of equilateral triangle equal to √3/4 square. If side increase then area increase. നമുക്കറിയാം സൈഡ് ഇൻക്രീസ് ചെയ്യുമ്പം ഏരിയയും ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ്? ഏരിയ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡാണ്. ഇനിയിപ്പോൾ ഇഫ് എ സൈഡ് ഇൻക്രീസ് ദ ഏരിയ ഇൻക്രീസ്. സോ ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സൈഡ്. കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി √3/4. എന്തുകൊണ്ടാണ് അത് √3/4 വന്നത്? നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് എന്താണ്? √3/4 ആണ്. അപ്പോൾ നമ്മുടെ എ എന്നുള്ള സൈഡ് മാറുന്നതിനനുസരിച്ച് പക്ഷേ √3/4 ഫിക്സ്ഡ് ആയിരിക്കും. ഇപ്പോൾ A1 ആണെങ്കിൽ √3/4 1² വരും. ഏരിയ 2 ആണെങ്കിൽ √3/4 2² വരും. ഏരിയ 4 ആണെങ്കിൽ √3/4 4² എന്ന് വരും. അങ്ങനെയുള്ള മാറ്റമേ വരുള്ളൂ. അല്ലാതെ ഇതിന് മാറ്റം ഉണ്ടാവില്ല. ഇത് നമ്മുടെ √3/4 മാറ്റം ഉണ്ടാവില്ല. അത് ഫിക്സ്ഡ് ആണ്. ദാറ്റ്സ് ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ഏരിയ ഓഫ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. ഈക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണേണ്ട ഇക്വേഷനാണ് √3/4 a². Therefore constant of proportionality is √3/4. ഇനി അവിടെ തന്നെ സൈഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സൈഡ് നമ്മൾ എ എടുത്താൽ അത് സ്ക്വയറിൻ്റെ സൈഡാണ്. സ്ക്വയറിൻ്റെ സൈഡ് നമ്മൾ എ ആയിട്ട് എടുക്കുന്നു. ഏരിയ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. ഏരിയ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. ഏരിയ ഈസ് സൈഡ് വി ടേക്ക് എ ഇൻറ്റു എ ഈക്വൽ ടു a². ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു സൈഡ്. നമുക്കറിയാം സൈഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏരിയ എന്താവും? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സൈഡ്. അവിടെ നമുക്ക് എ എന്ന് പറയുന്ന a² എന്ന് പറയുന്നത് തന്നെയാണ് ഇക്വേഷൻ. അപ്പോൾ എ എന്ന് പറയുന്നത് 1² ആകുമ്പം
1 സ്ക്വയർ. A1 ആകുമ്പോൾ 1 സ്ക്വയർ ആകും, A2 ആകുമ്പോൾ 2 സ്ക്വയർ ആകും, A3 ആകുമ്പോൾ 3 സ്ക്വയർ ആകും. പക്ഷേ അവിടെ എന്താണ്, നമുക്ക് അങ്ങനെ മാത്രമേ എഴുതാൻ പറ്റൂ. അപ്പോൾ വെറുതെ നമുക്കത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം, പ്രൊപ്പോർഷണൽ ആണെന്നും അറിയാം. അതുകൊണ്ട് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് എന്ത് എഴുതാം, 1 എന്ന് എഴുതാം. സോ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഓഫ് ദിസ് സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു സൈഡ് ഈസ് 1. അതായത് ഇതിൻ്റെ ഏരിയ പ്രൊപ്പോർഷണൽ ടു ദ സൈഡ് ഓഫ് എ സ്ക്വയർ, കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഈക്വൽ ടു 1. Second question, in rectangles of area 1 square meter, as the length of one side changes, so does the length of it the other side. Write the relation between the length as the algebraic equation. How do we say this language in proportion? നമുക്ക് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തിൻ്റെയും ഓൾജിബ്രൈക്ക് ഫോമും നമ്മൾ എഴുതണം, അതിൻ്റെ റിലേഷനും കൂടെ നമ്മൾ എഴുതണം. അതിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാണ് വരിക? ഗിവൺ ഏരിയ ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ. ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയറിന് തന്നിട്ടുണ്ട്. വി നോ ദാറ്റ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. Length into breadth equal to 1 square. Here length is x and breadth is y. So we can write x into y equal to 1. That means x equal to 1 by y ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ 1 by y എന്ന് വരും. So we can write length is proportional to the reciprocal of the breadth. Breadth എന്ന് പറയുമ്പോൾ reciprocal എന്ന് പറയുമ്പോൾ എന്താണ്, ലെങ്ത് ഈസ് പ്രൊപ്പോർഷണൽ, അത് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുക ചെയ്യാം. അപ്പോൾ y x, അപ്പോൾ നമുക്ക് പിക്ചർ അറിയാം. ഈ y എന്ത് ചെയ്യാം, നമുക്കിപ്പം ഒരു 12 സെൻറ്റിമീറ്ററുള്ള ഏരിയ ഉള്ള ഒരു ഫിഗർ എടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അത് 1ഉം 12 ആയിട്ട് എടുക്കാം. പിന്നെ എന്താക്കാമെന്ന് നമുക്കത് കുറച്ചും കൂടെ കൂടിയിട്ട് 2 വരുമ്പോൾ എന്താവത് 6 ആയിട്ട് ചുരുങ്ങും. പിന്നെ നമുക്കത് 3 ആയിട്ട് വരുമ്പോഴോ അവിടെ കുറച്ച് കൂടും, ഇവിടെ എന്താവും ചെറുത് വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് ടൈപ്സിൽ ഒരേ ഏരിയ വരുന്നത് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ബ്രെഡ്ത്ത് കുറയുമ്പോൾ ലെങ്ത്ത് കൂടുതലായിരിക്കും അല്ലേ. പിന്നെ അത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താവും, ലെങ്ത്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുണ്ട്. നമുക്ക് ഇതേ പിക്ചർ തന്നെ നമുക്ക് ഇൻക്രീസും ഡിക്രീസിങ്ങിൽ, അതായത് ഇങ്ങനെയും ഡ്രോ ചെയ്യാം അല്ലേ. ഇവിടെ 1ഉം ഇവിടെ 12ഉം എടുത്തിട്ട് ഈ രീതിയിലും വരാം. പക്ഷെ അത് നമ്മൾ ലെങ്ത്ത് ബ്രെഡ്ത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ലെങ്ത്ത് എന്ന് പറയുക, ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയാം. ഇതാണ് ഇതിൻ്റെ മീനിങ്. ഏരിയ ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ. ലെങ്ത് ഈസ് എക്സ് ആൻഡ് ബ്രെഡ്ത്ത് ഈസ് വൈ. സോ എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 1. ദാറ്റ് മീൻ എക്സ് ഈക്വൽ ടു 1 by y. എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, y ഇങ്ങോട്ടേക്ക് വരുമ്പോൾ y ആവും. ലെങ്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റെസിപ്രോക്കൽ ഓഫ് ദ ബ്രെഡ്ത്ത്. നമുക്ക് എന്താ പറയാം, അത് റെസിപ്രോക്കൽ ഓഫ് ദ ബ്രെഡ്ത്ത് ആണെന്ന് പറയാം. സോ ദ ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ബ്രെഡ്ത്ത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒന്ന് ഇൻവേഴ്സ്ലി ആണെങ്കിൽ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. സോ ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ബ്രെഡ്ത്ത്. ഇവിടെ നമുക്ക് y ആണെങ്കിലോ, y കാണുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും, y ഈക്വൽ ടു എന്ന് പറയും 1 by x എന്ന് എഴുതും. എങ്ങനെയായാലും നമുക്ക് എന്ത് കിട്ടില്ല, ഒന്ന് കൂടുന്നു എന്നുള്ള രീതിയിൽ കിട്ടില്ല. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്ന ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റിലേഷനാണ്. സോ ലെങ്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു റെസിപ്രോക്കൽ ഓഫ് ദ ബ്രെഡ്ത്ത്. ലെങ്ത് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു ബ്രെഡ്ത്ത്, ലെങ്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റെസിപ്രോക്കൽ ഓഫ് ദ ബ്രെഡ്ത്ത്. In triangles of the same area, how do we say the relation between the length of the longest side and the length of the perpendicular from the opposite vertex? What if we take the length of the shortest side instead? നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് BH ആണ്. റൈറ്റ് ട്രയാങ്കിൾ ആയാലും എക്യൂട്ട് ആയാലും ഒബ്റ്റ്യൂസ് ആയാലും ഒക്കെ എന്ത് തന്നെയാണ്, ഹാഫ് BH തന്നെയാണ്. ആ ഇക്വേഷനിൽ മാറ്റില്ല. അപ്പം നമുക്ക് ആദ്യം ലോങ്ങസ്റ്റ് സൈഡ് ആൻഡ് ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബേസിലേക്ക് പെർപെൻഡിക്കുലർ, സാധാരണ നമ്മളുള്ള ഒരു എക്യൂട്ട് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് പറഞ്ഞാൽ നമുക്കറിയാം, അതാണ് പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മളോട് എന്ന് പറയുന്നത് ഇഫ് യു ടേക്ക് ദ ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് സൈഡ് ഇൻസ്റ്റഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ പിക്ചർ ഒന്നും കൂടെ മാറ്റിയിട്ട് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ വരഞ്ഞു നോക്കാം. ഏരിയ ഈക്വൽ ടു ഹാഫ് BH, ഏരിയ എ ഈക്വൽ ടു ഹാഫ് BH, ഏരിയ എ ഈക്വൽ ടു ഹാഫ് BH. ഇനി നമുക്കറിയാം ഈ 2 അങ്ങോട്ടേക്ക് പോകുമ്പോൾ 2a എന്നാവും. ഈ 2 ഇവിടെ by 2 ആണ്, 1/2 ആണ്. അപ്പോൾ ഈ 2 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ 2a എന്ന് വരും. അപ്പോൾ BH അല്ലെ, 1 into BH എന്ന് പറയുമ്പോൾ BH മാത്രമാണ്. BH ഈക്വൽ ടു 2a, B ബേസ് ഈക്വൽ ടു 2a by h. അപ്പോൾ അതിൽ നമുക്കറിയാം എപ്പോഴും അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ആരുണ്ടാവും, വൺ സൈഡ് ആൻഡ് ഹൈറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എന്താണ് വൺ സൈഡ്, ഇതാണ് നമ്മുടെ സൈഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബൈ എച്ച് എവിടെയാണ് വന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സൈഡും ഹൈറ്റും ആണ് അല്ലേ. അപ്പോൾ ഹൈറ്റ് എവിടെയുള്ളത്, താഴെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം, അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു
ഇതിൻ്റെ കാര്യം പറയാം. നോക്കിയാൽ നിങ്ങൾ വൺ സൈഡ് ആൻഡ് ഹൈറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയും. വൺ സൈഡ് ആൻഡ് ഹൈറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, വൺ സൈഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹൈറ്റ്. അതെന്തുകൊണ്ടാണ്? ഡിനോമിനേറ്ററിൽ വന്നതുകൊണ്ടാണ്. BH2A ആണ്. BH2A എങ്ങനെയാണ് വന്നത്? ഇവിടെ ഏരിയ ഈക്വൽ ടു ഹാഫ് BH ആണ്. A ഈക്വൽ ടു ഹാഫ് BH. ഈ 2 ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇൻറ്റു എന്ന് വരും, അപ്പോൾ 2A എന്ന് വരും. BH ഈക്വൽ ടു 2A, then B ഈക്വൽ ടു 2A. this H move to other side, divide by H, 2A by H. H denominator പ്ലേസിലുള്ളത്. സോ വൺ സൈഡ് ആൻഡ് ഹൈറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇനി നമുക്കതിൻ്റെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എപ്പോൾ ഫിക്സ്ഡ് ആരായിരിക്കും? 2A ആയിരിക്കും. ഏരിയൻ്റെ ആ ഭാഗം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആയിരിക്കും. ഇനി നമ്മുടെ അതിൻ്റെ കൂടെ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മുടെ ആ സ്മോൾ സൈഡ് മാറിയിട്ട് ഇവിടെ ഹൈറ്റ് ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ ആകുമ്പോൾ നമ്മുടെ H പുറത്താണ് ഉണ്ടാവുക. ഈ വഴിയിൽ നമ്മൾ ചെയ്താലും ഏരിയ ഈക്വൽ ടു എന്ത് തന്നെയാണ്? ഹാഫ് BH തന്നെയാണ്. സെയിം സ്റ്റെപ്സ് തന്നെയാണ്. A ഈക്വൽ ടു ഹാഫ് BH, 2 മൂവ് ടു അതർ സൈഡ് 2A, BH ഈക്വൽ ടു 2A, B ഈക്വൽ ടു 2A by H. ലെങ്ത് ഓഫ് വൺ സൈഡ് ആൻഡ് ഹൈറ്റ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓൾ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ലെങ്ത് ഓഫ് വൺ സൈഡ് ആൻഡ് ഹൈറ്റ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓൾ ടൈപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്യൂട്ട് ഒപ്റ്റ്യൂസ് പിന്നെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് BH ആണ്. ഈക്വലേറ്റഡ് ട്രയാങ്കിളിന് മാത്രമേ ഏരിയ കാണേണ്ട ഇക്വേഷൻ എന്താവുന്നുള്ളൂ? √3/4A² എന്ന് വരുള്ളൂ. In regular polygons, what is the relation between the number of sides and the degree measure of an outer angle? Can it be stated in terms of proportion? നമുക്ക് റെഗുലർ പോളിഗണിൻ്റെ കാര്യമാണ്. റെഗുലർ പോളിഗൺ എന്ന് പറയുമ്പോൾ ഈക്വൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ, റെഗുലർ ഹെക്സഗൺ. 5 സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിനെ പറയും റെഗുലർ പെൻറ്റഗൺ. 6 സൈഡ് ഈക്വൽ ആണെങ്കിൽ പറയും റെഗുലർ ഹെക്സഗൺ. 3 സൈഡ് ഈക്വൽ ആയതാണ് നമ്മുടെ ഈക്വലേറ്റഡ് ട്രയാങ്കിൾ അല്ലേ. 4 സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിനെ സ്ക്വയർ എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്ചേഴ്സ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ റെഗുലർ പോളിഗൺസ് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ നമ്പർ ഓഫ് സൈഡ്സ് ആൻഡ് ദ ഡിഗ്രി മെഷർ ഓഫ് എൻ ഔട്ടർ ആംഗിൾ. അതിൻ്റെ ഔട്ടർ ആംഗിളും സൈഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ക്യാൻ ഇറ്റ് ബി സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് പ്രൊപ്പോർഷൻ? ഫോർത്ത് ആൻസർ, സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് ഓൾ പോളിഗൺ. ഏത് പോളിഗണാണ് 3 സൈഡ് 4 സൈഡ് 5 സൈഡ് എത്ര സൈഡായി കഴിഞ്ഞാലും അതിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് ഓൾ പോളിഗൺസ് 360 ഡിഗ്രിയാണ്. അത് ചേഞ്ച് ഇല്ല, അത് ഫിക്സ്ഡ് ആണ്. നമ്മളിപ്പോൾ 3 സൈഡ് എടുത്തിട്ട് അതിൻ്റെ ഔട്ടർ ആംഗിളിൻ്റെ സമം നോക്കിയാൽ 360 ആയിരിക്കും. ഇനിയിപ്പം ഒരു 4 സൈഡിൻ്റെ ഔട്ടർ ആംഗിൾ ആണെങ്കിലും 360 ആയിരിക്കും. 5 സൈഡിൻ്റെ ആണെങ്കിലും ഔട്ടർ ആംഗിൾ സം ഓഫ് ഔട്ടർ ആംഗിൾ എല്ലാ ആംഗിളും ആഡ് ചെയ്താൽ ഇത് എന്ത് തന്നെയാണ് കിട്ടുക? 360 തന്നെ കിട്ടുക. ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ എങ്കിൽ ഇതിൻ്റെ ഇവിടെ ഇതാണ് ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇവിടെ ഔട്ടർ ആംഗിൾ, ഇതിൻ്റെ ഇവിടെയാണ് ഔട്ടർ ആംഗിൾ. ഈ 3 ആംഗിളും ആഡ് ചെയ്താൽ എന്തായിരിക്കും? 360 ആയിരിക്കും. ഇനി നമ്മളൊരു 4 സൈഡിലൊരു പിക്ചർ വരഞ്ഞാൽ അതിൻ്റെയും ഇങ്ങനെ തന്നെ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഔട്ടർ ആംഗിളാണ്. ഇതേപോലെ നമ്മൾ 5 സൈഡിൻ്റെ വരച്ചു കഴിഞ്ഞാലും അതിനും ഉണ്ടാവും ഔട്ടർ ആംഗിൾ ഉണ്ടാവും. ഇതിൻ്റെ ഇവിടെ ഉണ്ടാവും, ഇതിൻ്റെ ഇവിടെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെ 5 പിക്ചേഴ്സ് ഉണ്ടാവും, 5 ആംഗിൾസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഹെക്സഗണിൻ്റെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഏത് പോളിഗണായി ആയിക്കഴിഞ്ഞാലും 3 സൈഡിൻ്റെ സമ്മായാലും 4 സൈഡിൻ്റെ സമ്മായാലും എപ്പോഴും 360 തന്നെ കിട്ടുള്ളൂ. 100 സൈഡായാലും 360 തന്നെയേ വരുള്ളൂ, അതിലൊരു മാറ്റവും ഇല്ല. ഇൻറ്റീരിയർ ആംഗിൾ മാത്രമേ നമുക്ക് കാണേണ്ട ഇക്വേഷൻ ഉള്ളൂ, n-2 × 180 ഡിഗ്രി. മെഷർ ഓഫ് ഇൻ ഔട്ടർ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് ഔട്ടർ ആംഗിൾ ബൈ നമ്പർ ഓഫ് സൈഡ്സ്. നമുക്ക് ഔട്ടർ ആംഗിൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് സം ഓഫ് ഔട്ടർ ആംഗിൾ ബൈ നമ്പർ ഓഫ് സൈഡ്സ്. ഇത് നിങ്ങൾ 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു ഇക്വേഷനാണ്. നമ്മൾ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് n-2 × 180 ഡിഗ്രി എന്ന് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ നിന്ന് തന്നെ വരുന്ന ഒരു ഇക്വേഷനാണ് നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾസ്. ഔട്ടർ ആംഗിളിൻ്റെ 360 ആണ്. എത്ര സൈഡുള്ള പിക്ചർ ആയിക്കഴിഞ്ഞാലും പോളിഗൺ ആയിക്കഴിഞ്ഞാലും നമ്മുടെ ഔട്ടർ ആംഗിൾ കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് എൻ ഔട്ടർ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് ഔട്ടർ ആംഗിൾ ബൈ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ 360/n ആണ് ഇത്. 360 നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ഫിക്സഡ് ആണ്. നമ്പർ ഓഫ് സൈഡ്സിന് നമ്മൾ n കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ നമുക്ക് ഈ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്ത്, അതായത് മെഷർ ഓഫ് എൻ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ഒരു ഔട്ടർ ആംഗിൾ, ഒരു ഔട്ടർ ആംഗിൾ നമ്മൾ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്ത് നമുക്ക് എന്ത് പറയാം? എക്സ് ഈക്വൽ ടു 360/n എന്ന് പറയാം. എക്സ് ഈക്വൽ ടു 360/n. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഔട്ടർ ആംഗിൾ ആൻഡ് സൈഡ്സ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അവിടെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്താണ്? 360 ആണ്. 360 അവിടെ ഇതിലാണ്.
ഇവിടെ ബൈ എൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഔട്ടർ ആംഗിൾ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് സൈഡ്സ്. എൻ ആണ് നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത്, എക്സ് ആണ് വൺ ഔട്ടർ ആംഗിൾ. ഒരു ഔട്ടർ ആംഗിളിൻ്റെ കാണാനുള്ള മെഷർമെൻ്റ് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ. സോ എക്സ് ഈക്വൽ ടു 360/n. Therefore, outer angle and the sides are inversely proportional. The constant of proportionality is 360 degree. The constant of proportionality is 360 degree. If fixed volume of water is to flow into a rectangular water tank, the rate of flow can be changed by using different pipe. ചെറിയ പൈപ്പിലാണെങ്കിൽ കുറച്ച് ചെറുതായിട്ടേ വെള്ളം പോകുള്ളൂ, വലിയ പൈപ്പിലാണെങ്കിൽ വലുതായിട്ട് വെള്ളം പോകും. അപ്പോൾ എന്താണ്, ഫിക്സ്ഡ് വോളിയം ഓഫ് വാട്ടർ ടു ഫ്ലോ ഇൻ ടു റെക്ടാങ്കുലർ വാട്ടർ ടാങ്കിൽ നമുക്കറിയാമല്ലേ, ചെറിയ പൈപ്പാണെങ്കിൽ നിറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും, വലിയ പൈപ്പാണെങ്കിൽ പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതേപോലെയുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ദ റേറ്റ് ഓഫ് ഫ്ലോ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ യൂസിങ് ഡിഫറെൻറ്റ് പൈപ്സ്. Write the relations between the flowing quantities as the algebraic equation and in terms of proportion. അത് നമുക്ക് എന്ത് പറയണം, ആൾജിബ്രൈക്ക് എക്സ്പ്രഷനിലും അതിനെ മാറ്റിയിട്ട് പറയണം, പ്രൊപ്പോർഷൻ ആണോ എന്നുള്ള കാര്യമൊക്കെ നോക്കണം. അപ്പോൾ ഫസ്റ്റ് അതിനകത്തുള്ള സബ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വൺ, ദ റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ. ദ റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ, വെള്ളം ഒഴുകുന്നതും അതിൻ്റെ ഹൈറ്റ് ഓഫ് വാട്ടർ ലെവലും എന്താണ് പ്രൊപ്പോർഷണൽ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ. ദ റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ളത്, ദ റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ ആൻഡ് ദ ടൈം ടേക്കൺ ടു ഫിൽ ദ ടാങ്ക്. റേറ്റ് ഓഫ് വെള്ളം പോകുന്നതും അതിനകത്ത് എത്ര ടൈം, അതായത് ടാങ്ക് നിറയാൻ വേണ്ടിയിട്ട് എത്ര ടൈമാണ് എടുക്കുക, ആ റിലേഷനും പ്രൊപ്പോർഷനാണ്. ആദ്യം ഉള്ളത് ടൈം ഫ്ലോവും പിന്നെ എന്തുണ്ട്, ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ അല്ലെ, വെള്ളം ഒഴുകുന്നതും അതിൻ്റെ ഹൈറ്റ് എത്രയാണോ ഹൈറ്റ് വരുന്നത് അത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ, വെള്ളം ഒഴുകുന്നതും അതിന് വെള്ളം ടാങ്ക് നിറയാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നതും, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴും നമുക്ക് വോളിയം കാണേണ്ട ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ അപ്പാടെ അവിടെ എഴുതി വെക്കാം. വോളിയം വി ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. വോളിയം വി ഈക്വൽ ടു ബേസ് ഏരിയ, എ ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എ ഇൻറ്റു എച്ച്. അപ്പോൾ നമുക്ക് വോളിയം അതിൻ്റെ ഹൈറ്റും ഇതും തമ്മിലുള്ള റിലേഷനാണ് വേണ്ടത്. ഹൈറ്റും അതിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് അതിൻ്റെ വെള്ളം, ആ റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ എത്രയാണ് അതിൻ്റെ വാട്ടർ ഫ്ലോ എന്നുള്ള കാര്യത്തിലുള്ള ഇതാണ് വേണ്ടത്. അപ്പോൾ വി ബൈ എച്ച് ഈക്വൽ ടു എ. എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. നമ്മളിപ്പോൾ ഏത് പാത്രത്തിലാണോ വെള്ളം വരുന്നത്, അപ്പോൾ വലിയ ടാങ്കിലാണെങ്കിൽ ആ ബേസ് മാത്രം, അതിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ബേസ് എപ്പോഴും എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും, അതിന് മാറ്റം വരില്ല. ആ വാട്ടർ ഫ്ലോ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക, അതിനനുസരിച്ച് ഹൈറ്റ് മാത്രമേ ഇൻക്രീസ് ചെയ്യുള്ളൂ. സോ റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്, വോളിയം എന്ന് പറയുന്നത് വാട്ടർ ഫ്ലോ ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ഫ്ലോ ആണ്. വാട്ടർ ഫ്ലോ എന്ന് പറയുമ്പം, അപ്പോൾ വാട്ടർ ഫ്ലോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത് വി ആണ്. ഇവിടെ പ്രത്യേകിച്ച് എടുക്കുന്ന വി എന്ന് പറയുന്നതാണ് വാട്ടർ ഫ്ലോ. റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ വി നമുക്കത് എഴുതി അവിടെ വെക്കാം സൈഡിൽ. വി ബി ദ വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ്. വെള്ളം ഒഴുകുന്നതിൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ വോളിയത്തിലേ വരാം. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താണ് അത്. ഡയറക്ട്ലി റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ ആൻഡ് ദ ഹൈറ്റ്. ഇതെന്താണ്, എ എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അത് റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ ആൻഡ് ദ ഹൈറ്റ് ഓഫ് വാട്ടർ ലെവൽ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അവിടെ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സി ഈസ് ദ വോളിയം ഓഫ് ദ ടാങ്ക്. സി എന്ന് പറയുന്നത് നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ, പൈപ്പിൻ്റെ ഉള്ളിൽ വെള്ളം വരുന്നത് അതിൻ്റെ വോളിയമായിട്ട് എടുത്തു നമ്മൾ. ഇനി സി എന്ന് പറയുന്ന ഒരു ലെറ്റർ നമ്മൾ എന്തായിട്ട് എടുത്തു, ഇത് ഈസ് ദ വോളിയം ഓഫ് ദ ടാങ്ക്. ടാങ്കിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ ഒരു വോളിയം വേണ്ടേ, ടാങ്ക് എന്ന് പറയുന്നത് പൈപ്പിൻ്റെ അകത്ത് കിടക്കുന്ന വെള്ളം മാത്രമല്ലല്ലോ, ഇനി ടാങ്കിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ കാര്യം കൂടെ വേണം. സി ഈസ് ദ വോളിയം ഓഫ് ദ ടാങ്ക്. വി ബി ദ വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് പെർ സെക്കൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു വി എന്ന് പറയുന്നത് എന്താണ്, വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ആണ് പെർ സെക്കൻഡ്. സെക്കൻഡിൽ വോളിയം പൈപ്പിലൂടെ പാസ് ചെയ്യുന്ന പോകുന്ന വെള്ളത്തിൻ്റെ മെഷർമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സി ടാങ്കിൽ കൊള്ളുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്ലോയും അതിൻ്റെ ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കും. അപ്പോൾ ടി എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്, 1 സെക്കൻഡിലാണ് പാർട്ടുള്ളത്, എത്രയാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് എത്ര വെള്ളം എത്രത്തോളം പോകുന്നുണ്ടോ അപ്പോൾ അത്രയും സെക്കൻഡ് അവിടെ വരും. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ടോട്ടൽ വോളിയം എന്നുള്ളത് വരും. അപ്പോൾ സി നമുക്ക് വോളിയം ഓഫ് വാട്ടർ ടാങ്ക് ഈക്വൽ ടു വി ഇൻറ്റു ടി.
വി ഇൻറ്റു ടി ദെൻ വി ഈക്വൽ ടു, എന്തുകൊണ്ടാണ് വി എന്ന് പറഞ്ഞിട്ട് കാണുന്നത്, നമുക്ക് വേണ്ടുന്നത് വാട്ടർ ഫ്ലോ ആൻഡ് ദ ടൈം ടേക്കൺ ടു ഫിൽ ദ ടാങ്ക് ആണ്. വിയും ടിയും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് വേണ്ടത്, വിയും ടിയും. റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ ആൻഡ് ദ ടൈം ടേക്കൺ ഫോർ ഫില്ലിംഗ് ദ ടാങ്ക് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സി ഈസ് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. സി എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. അതിന് മാറ്റം ഉണ്ടാവില്ല അല്ലേ. ടാങ്ക് ഒരു വെള്ളം ഇത്രയും ഉള്ള വെള്ളം അത് ഒഴുകുന്ന രീതിക്ക് മാത്രമേ മാറുണ്ടാവുള്ളൂ, ടൈം എടുക്കുന്നതും രീതി മാറും. പൈപ്പ് മാറുന്നതിനനുസരിച്ച് ടൈം കൂടുതലും കുറവും ഒക്കെ എടുക്കും. പിന്നെ എവിടത്തേക്ക് മാറ്റം ഉണ്ടാവില്ല, നമ്മുടെ വോള്യത്തിൽ മാറ്റം ഉണ്ടാവില്ല. ഏത് വോള്യം, നമ്മുടെ ടാങ്കിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അല്ലേ, അതിൻ്റെ മെഷർമെൻറ്റിൽ മാറ്റം ഉണ്ടാവില്ല. സി ഈസ് ദ വോള്യം ഓഫ് ടാങ്ക്.